ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ ഒരു 5 വേർഡ് ഡിക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. സ്ലേറ്റിൽ ഫസ്റ്റ് വാക്ക് മിസ് പറയാം. ഓക്കെ, അതിലൊന്നാമത്തത് ആരും ഹെൽപ്പൊന്നും വേണ്ട, മക്കൾ ഒറ്റക്ക് എഴുതിയാൽ മതി. നഖം. നഖം. മിസ് ഓർഡറിലല്ല കേട്ടോ പറയുന്നത്. നഖം. നഖം എന്ന് പറയുമ്പോൾ ഏത് ഖായാണെന്ന് ഓർമ്മിക്കണം. നാ എഴുതുക, ഖാ എഴുതുക, അമ്മ എന്ന ചിഹ്നം ഇടുക. നഖം. ആദ്യം നാ എഴുതുക, പിന്നെന്ത് എഴുതണം? ഖാ എഴുതുക, അമ്മ എന്ന ചിഹ്നം ഇടുക. നഖം. ഓക്കെ, നഖം. സൂപ്പർ, എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ? ആര് കാണിച്ചു കൊടുക്കും? ഇപ്പം ഇങ്ങനെ പൊക്കി കാണിക്കണ്ട കേട്ടോ, അപ്പൊ ലാസ്റ്റ് കാണിക്കണ്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് നഖം എഴുതിയോ? എല്ലാവരും ഫിനിഷ് ആയോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ കരടി. കരടി. രണ്ടാമത്തത് ഏതാണ്? കരടി. കരടി. സാധേ എഴുതുന്നുണ്ടോ മോനെ? വേഗം എഴുത്. കരടി. ശ്രദ്ധിച്ചെഴുതണേ. കരടി. ആരും നോക്കിയതൊന്നും ചെയ്യല്ലേ മക്കളെ, നല്ല നീറ്റിൽ എഴുതണേ. കരടി. ഓക്കെ സർഗ, ഫിനിഷ് ആയി അല്ലേ സർഗ? ഓ, നെക്സ്റ്റ് വൺ ഘടികാരം. 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 ശ്രദ്ധിച്ചെഴുതിയേ ഗോഡ്വിനെ. ഘടികാരം. ഖ ഏത് കായാണ്? കാ എന്നാണെങ്കിൽ ആദ്യത്തെ ആണെങ്കിൽ ക, രണ്ടാമത്തെ ഖ, മൂന്നാമത്തത് ഗ, നാലാമത്തെ ഖ. ഘടികാരം എന്നാണ് മിസ് പറഞ്ഞത്. നല്ല കുറച്ച് സ്ട്രെസ്സിലാണ് പറയുന്നത്. ഘടികാരം. ഏത് ഖായാണെന്ന് ഓർമ്മിക്കുക. എന്നിട്ട് ടാ എഴുതിയിട്ട് എന്തിടണമെന്ന് അറിയാലോ? ഘടികാരം. ഓക്കെ. ഓക്കെ ഇഷാൻ, ഫിനിഷ് ആയോ? ഓക്കെ. എഡ്വിൻ ഫിനിഷ് ആയോ? എഡ്വിൻ? ഓക്കെ. കാണിക്കല്ലേ ഗോഡ്വിനെ. ഇല്ല, ഒന്നിച്ച് മിസ്സിനെ കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ജസ്വൽ ഫിനിഷ് ആണോ? എഴുതിയോ? പാർവണ എഴുതിയോ മോളെ? ഓക്കെ, കാണിക്കണ്ട കാണിക്കണ്ട, എഴുതിയോ ഫിനിഷ് ആയോ എന്ന് ചോദിച്ചാണ്. നെക്സ്റ്റ് അടുത്തത് ഗദ. ഗദ ഏത് കായാണെന്ന് അറിയാലോ? ഗദ. സോഫ്റ്റ് ആയിട്ടാ പറഞ്ഞ ഗദ. ഓക്കെ, ഫിനിഷ് ആയി എല്ലാവർക്കും അല്ലേ? ഗദ. ക്രിസ്റ്റി എഴുതിയോ മോനെ? ഗദ. ഓക്കെ, ഗുഡ്, എഴുതിയല്ലേ? വൈഷ്ണവിനെ കാണുന്നില്ലല്ലോ മിസ്. ആദിനാഥിനെയും വൈഷ്ണവിനെയും. വീഡിയോ ഓഫാണല്ലോ. ആദിനാഥ് ആൻഡ് വൈഷ്ണവ്. ഓക്കെ, അപ്പൊ ആദിനാഥ് ഓണാക്കി അല്ലേ? അർജുൻ എഴുതിയോ? അർജുൻ. ഷാമിൽ എഴുതിയോ? ഷാമിലെ ഷാമിൽ എഴുതുന്നുണ്ടോ മിസ് പറഞ്ഞ വേർഡ്സുകള്? പെൻസിൽ എവിടെ? വേർ ഇസ് യുവർ പെൻസിൽ? ഓക്കെ, മോനൊറ്റക്ക് എഴുതിയാൽ മതി കേട്ടോ.
ഘടികാരം പറഞ്ഞു, നമ്മൾ ഗദ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, 5 എണ്ണാണ് നമ്മൾ വേർഡ്സ് പറഞ്ഞത് അല്ലേ ഇന്ന്. അതിൽ 5-മത്തത് തേങ്ങ. തേങ്ങ താക്കു മുമ്പിൽ ഏത് ചിഹ്നം ഇടണമെന്ന് അറിയാലോ. അതിടുക, ഇങ്ങ എഴുതുക. ഏഞ്ചലേ എന്തായി? കാണിക്കല്ലടാ, എല്ലാരും എഴുതട്ടെ. ഏഞ്ചല് ഇപ്പൊ കാണിക്കല്ല, കഴിയട്ടെ മോളെ. ഓക്കെ, തേങ്ങ. സമയത്തിന് കാണിക്കണ്ടടാ, ഇപ്പോഴേ ഞാൻ പറയാ. എല്ലാവരും എഴുതി കഴിയട്ടെ. എല്ലാരും കാണിക്കാൻ തുടങ്ങിയല്ലേ. ഓക്കെ, അപ്പൊ 5 വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. 5 എണ്ണവും ഫിനിഷ് ആയോ? 5 എണ്ണവും ഫിനിഷ് ആയെങ്കിൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേ. സ്വന്തമായി ചെക്ക് ചെയ്തേ. ടോട്ടൽ 5 മാർക്കിലാണ് നമുക്ക്. 5 ഔട്ട് ഓഫ് എത്ര മാർക്ക് ഉണ്ട് നോക്കിയേ. അമ്മയുണ്ടോ എല്ലാവരുടെയും അടുത്ത്? ചെക്ക് ചെയ്ത് നോക്കിയേ, എത്ര മാർക്ക് ഉണ്ട് നോക്കാം നമുക്ക്. 3 ഉണ്ട് സർഗ. ഓക്കെ, ഇവിടെ ഗോഡ്വിൻ കാണിച്ചു. തേങ്ങ, ഓക്കെ. ഗദ, ഘടികാരമുണ്ട്, കരടിയുണ്ട്, നഖമുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. 5 ഔട്ട് ഓഫ് 5 അല്ലേ. ഓക്കെ, 5 ഔട്ട് ഓഫ് 5. ഇവിടെ നഖം, കരടി, ഘടികാരം, ഗദ, തേങ്ങ, ആരോമലിന്റെ 5 ഔട്ട് ഓഫ് 5. സമജ്ഞക്കാണ്. ഓക്കെ, ആൻഡ്രോസ് ജിയൊക്കെ അതെ, സർഗാസൈറ്റിന് അതെ അല്ലേ. ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ. ദേവപ്രിയ എന്തായി? ദേവപ്രിയ ഫിനിഷ് ആണോ? ദേവപ്രിയ ഇഷാൻ എഴുതിയിട്ടുണ്ട്. തേങ്ങ, ഗദ, ഘടികാരം, കരടി, നഖം. ഓക്കെ, കരടി, ഘടികാരം, നഖം. ഏഞ്ചൽ കുറച്ച് താഴോട്ട് കാണിച്ചേ മോളെ. 3 വേർഡ്സേ മിസ് കണ്ടുള്ളൂ, താഴെ കാണുന്നില്ല. ഇവിടെ അന്ന ഗ്രേസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മളെ 5-ലാണ് ഇട്ടത് അല്ലെ. ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? തെറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? 5 ടൈംസ് എഴുതണം, 5 പ്രാവശ്യം എഴുതണം. തെറ്റിയ വേർഡ്സ് ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് 5 ടൈംസ് എഴുതണം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യില്ലേ? വൈഷ്ണവ എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ തെറ്റിയ വേർഡ്സ് എന്ത് ചെയ്യണം? 5 ടൈംസ് എഴുതണം. 2 എണ്ണം തെറ്റിയിട്ടുണ്ടെങ്കിൽ 2 എഴുതണം. ഓക്കെ, തെറ്റിയേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 5 വേർഡ്സ് പറഞ്ഞു, എഴുതിയിട്ടുണ്ട്. നല്ല പോലെ മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗുഡ്, എല്ലാവരും സൂപ്പർ മക്കളാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ്. ഓക്കെ, നസീമിന്റെ ഞാൻ കണ്ടു, സൂപ്പർ തന്നെ കേട്ടോ. ധനലക്ഷ്മിയുടെ കണ്ടു. ഓക്കെ, അയോണിന്റെ ഇപ്പൊ കണ്ടു. അയോണിന് എല്ലാം എഴുതിയിട്ടില്ലേ? ഓക്കെ, ജിയോൺ. അപ്പൊ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തെറ്റിയ വേർഡ്സ് മക്കൾ എഴുതണം 5 ടൈംസ്. ഓക്കെ, എഴുതിയിട്ട് അത് മിസ്സിന് ഗ്രൂപ്പിൽ എൻ്റെ ഗ്രൂപ്പിലല്ല, നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം. തെറ്റിയ വേർഡ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും അത് 5 ടൈംസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യം നമുക്ക് പറയാം അല്ലേ. ഓക്കെ, അതെല്ലാവരും അവിടെ വെക്കുക. അപ്പോ ഇന്ന് നമ്മള് ഏത് പേജ് നമ്പർ 25, ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 25 എടുത്തോ എല്ലാവരും. അല്ല 25 അല്ല, സോറി. ഓക്കെ, 24 24 കണ്ടോ? അപ്പൊ നമ്മൾ ഇന്ന് ഏതാ പഠിക്കുന്നത്? 24-ാമത്തെ പേജിലുള്ളതാണ്. എന്താണ് പറയുക? ചായയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ച, ച, ജ, ച, ഞ. എന്താണ്? ചവർഗങ്ങൾ അല്ലെ. ചായയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? ചവർഗങ്ങൾ അല്ലെ. കവർഗങ്ങളാണ് നമ്മൾ ഇന്ന് എഴുതിയത്. അപ്പൊ ഇന്ന് നമ്മൾ ഏതാ പഠിക്കുന്നത്? ച, ഛ, ജ, ഛ, ഞ അല്ലെ. ചായ്, ഛ, ജായ്, ഛ, ഞ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ അതില് ആദ്യത്തെ ച അല്ലെ. എന്താണ് ഇതിനെ പറയുക? 5 അക്ഷരങ്ങൾ എന്താ പറയുക? ചവർഗങ്ങൾ, ചവർഗാക്ഷരങ്ങൾ. ഓക്കെ, അപ്പൊ അതില്
ഫസ്റ്റ് വൺ ചിരവ അല്ലേ? ഇന്ന് നമ്മൾ ഏതാ ഫസ്റ്റ് പഠിക്കുന്നത്? ച ചിരവ. എങ്ങനെയാ ചിരവ എഴുതുന്നേ? ച എഴുതിയിട്ട് എന്താ ഇടുന്നത് നമ്മള്? നോക്കിയോ? അപ്പൊ സ്ലേറ്റ് കൂടി എടുത്ത് അതിന് തൊട്ടപ്പുറം നിങ്ങൾ എഴുതി നോക്കിക്കോ, നോക്കിയിട്ട് എഴുതിക്കോ. ചിരവ അല്ലേ? സ്ലേറ്റ് കൂടി അടുത്ത് വെച്ച് ചിരവ, ച ചിരവ അതേത്. എന്നിട്ട് ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്നറിയോ? ചിരവ, ചായ, ജനൽ, ചഷം, ഞാറ്. ഈ 5 വേർഡ്സ് 2 പേജിലായിട്ടോ 1 പേജിലായിട്ടോ എഴുതണം, 2 ലൈൻ ബുക്കിൽ. ഓക്കെ, ഇന്നത്തെ ഹോംവർക്ക് നമുക്ക് അതാണ്. എല്ലാ കുട്ടികളും മിസ്സിന്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. ഹോംവർക്ക് എഴുതിയിട്ട് കുറെ കുട്ടികൾ മാത്രം ചെയ്താൽ പോലെ എല്ലാവരും ചെയ്തരണം, എല്ലാ മക്കളും. ഓക്കെ ഓക്കെ ദേവപ്രിയ, ഗുഡ്. അപ്പൊ മിസ്സിന് അയച്ചു തന്നാൽ സ്റ്റാറോ എന്തെങ്കിലും തരും കേട്ടോ. 2 ലൈൻ ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ട് ഇന്ന് അയച്ചു തരണം. അപ്പോൾ മിസ് വായിപ്പിക്കാതെ ച ചിരവ. രണ്ടാമത്തെ എന്താ? ച. എങ്ങനെയാ പറയുക? ച. ആദ്യത്തേത് ച, രണ്ടാമത്തെ ച. ച ഛായ. കണ്ടോ? കണ്ണാടിയിൽ ഛായ കാണുന്നുണ്ട് അല്ലേ? മുഖഛായ, ഛായ. ഈ ചിരവ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ചിരവ എന്തിനാ ഉപയോഗിക്കുക? ചിരവ എന്തിനാ ക്രിസ്റ്റോ ചിരവ ഉപയോഗിക്കുന്നത്? ക്രിസ്റ്റോ ജോണേ? തേങ്ങ ചിരവാനല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ തേങ്ങ ചിരവാനാണ് നമ്മൾ ചിരവ ഉപയോഗിക്കുന്നത് അല്ലേ? അടുത്തത് ച, ചായ അല്ലേ? ചായ കാണുന്നുണ്ട്. എതിര്? കണ്ണാടിയില് മുഖഛായ കാണുന്നുണ്ട് അല്ലേ? ആ കുട്ടിയുടെ കണ്ടോ? നെക്സ്റ്റ് വൺ. അപ്പൊ എന്താ വായിക്കുക? ഛായ. രണ്ടാമത്തത് ഉറക്ക വായിക്കണം, എന്നിട്ട് നോക്കി എഴുതണം. അപ്പൊ ആദ്യത്തത് ച ചിരവ, നെക്സ്റ്റ് വൺ ച ഛായ. രണ്ടാമത്തെ ച കണ്ടോ? ഛായ. എന്നിട്ട് എന്ത് ഇടണം? മാച്ചിനുട്ടു യാട്ടു, ഛായ. മൂന്നാമത്തത് ജ, ജ അല്ലെ? ജ, ജനൽ. ജ ജനൽ. ജനൽ അറിയില്ലേ? ജനല് വിൻഡോസ് അല്ലെ? വിൻഡോ, ജനൽ. കണ്ടോ ജനല് നിങ്ങള്? നെക്സ്റ്റ് എങ്ങനെയാ വായിക്കുക? ഛ, ചഷം. ഫിഷ് അല്ലേ? ചഷം, ഛ ചഷം. നെക്സ്റ്റ് വൺ ഞ, ഞാറ്, ഞാറ്. ഓക്കെ, അപ്പൊ 5 വേർഡ്സ് ആണുള്ളത്. ചായ്ച്ച, ചായ്ച്ച, ഞാ. അതിനെ ചവർഗാക്ഷരങ്ങൾ എന്ന് പറയും അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചവർഗാക്ഷരങ്ങളാണ്. ഇന്നത് എഴുതാനും വായിക്കാനും പഠിക്കുന്നത്. അപ്പൊ അതില് ച ചിരവ, നെക്സ്റ്റ് വൺ ച ഛായ. എഴുതിയോ ഛായ? നോട്ടിൽ എഴുതി നോക്കിയോ എല്ലാവരും? ഓക്കെ, ഗുഡ് സമറ്റ്ന. ഛായ, ജനൽ. നെക്സ്റ്റ് വൺ ചഷം, ച ചഷം. എന്താ വായിക്കുക? ച ചഷം. ദേവപ്രിയ, ഗുഡ്. ഓക്കെ, ച ചഷം. നെക്സ്റ്റ് ലാസ്റ്റ് ഞാ, ഞാറ്. നമ്മൾ LKG ഞണ്ട്, ഞാറ് നല്ല പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഓക്കെ. അപ്പൊ ഒന്നുകൂടി മിസ് വായിക്കാം. ച ചിരവ. സേ ലൗഡ്ലി, മിസ്സിന്റെ കൂടെ പറഞ്ഞോണ്ട് എഴുതണം. ച ചിരവ, ച ചിരവ, ച ഛായ. ഛായ എഴുതിയോ? തൊട്ട് വായിച്ചോ? ഛായ. നെക്സ്റ്റ് വൺ ജ, ജനൽ. എഡ്വിൻ സൂപ്പറായി എഴുതിയിട്ടുണ്ട്. ജനൽ അല്ലേ? ജ ജനൽ. നെക്സ്റ്റ് നാലാമത്തെ എന്താ? ചഷം, ച ചഷം. ലാസ്റ്റ് ഞാറ്, ഞാറ്. എന്ത് പറ്റി അയോൺ സബിന്? എന്ത് പറ്റി മോനെ? അയോൺ? ഭവിക സൂപ്പർ, മിസ് കണ്ടു. അയോണേ, അയോൺ എന്ത് പറ്റി? എന്തിനാ അയോൺ കരയുന്നേ? അമ്മ വഴക്ക് പറഞ്ഞോ അയോണെ? അത് എഴുതാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. ഏതാ എഴുതാൻ അറിയാത്ത മോനെ?
ശഷം എന്നില്ലേ, അത് എഴുതുമ്പോ എഴുതാൻ പറ്റുന്നില്ല. അത് എഴുതുമ്പോ എങ്ങനെയാ എഴുതണ്ടത്? താ എഴുതിയിട്ട് നാ എഴുതണം. ഞാൻ പറഞ്ഞ താന്ന് എഴുതിട്ട് മേലോട്ട് എഴുതുന്നു. നമ്മൾ പഠിച്ചില്ലേ, താ എഴുതി നാ എഴുതുക, ശഷം അല്ലേ. ആദ്യത്തത് നമ്മൾ ഇവിടെ എഴുതാ, എഴുതാ. ശ്രദ്ധിക്കണേ, നമ്മളിപ്പോ പഠിക്കുന്നത് ചവർഗാക്ഷരങ്ങളാണ്. ച അല്ലേ. എങ്ങനെയാ നിങ്ങൾ ച എഴുതിയേ? അറിയാലോ. ച ഇങ്ങനെ എടുത്തു, ഇവിടെ വെച്ചു അല്ലേ. ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, നേരെ ഇട്ടു മുകളിലോട്ട് അല്ലേ. ച ച ആദ്യത്തെ അക്ഷരം ച അല്ലേ. ചിരവ, ച ചിരവ അല്ലേ. എങ്ങനെ ചിരവ എഴുതുക? ഈ ചാക്ക് നമ്മൾ എന്ത് ഇട്ടു? ഈച്ചിനിട്ട് കൊടുത്തു അല്ലേ. അപ്പൊ എന്തായി? ചീയായി. നെക്സ്റ്റ് വൺ എന്താ എഴുതേണ്ടത്? രാ എഴുതണം അല്ലേ നമുക്ക്. രാ നമ്മൾ ഓൾറെഡി പഠിച്ച അക്ഷരല്ലേ. എങ്ങനെ എഴുതും രാ? ആദ്യ റായല്ലേ നമ്മൾ പഠിക്കുന്നത്. ര അല്ലേ. ചി രാ വ. ഓക്കേ, ചിരവ. കണ്ടോ ചിരവ? ചാക്ക് ഈ എന്ന ചിഹ്നോട്ടു, രാ എഴുതി, വ, ചിരവ. എന്താ കൂട്ടി വായിക്കുക? ചിരവ. ച ച ചിരവ. നെക്സ്റ്റ് വൺ ചായാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതും? ചായ എഴുതുന്ന പോലെ എഴുതി, ഇങ്ങനെ എടുത്ത് രാ എഴുതും പോലെ എഴുതി അല്ലേ. ചായും രാ പോലത്തെ അക്ഷരം കൊണ്ട് നമ്മൾ എഴുതി അല്ലേ. അതാണ് രണ്ടാമത്തെ ച അല്ലേ. ച ച. അപ്പോ ചായ എന്ന് എഴുതണം അല്ലേ. അടുത്ത വേർഡ് ഏതാണ്? ചായ. ചായ എഴുതുന്നുണ്ടോ? ആദ്യത്തെ ചായ എഴുതി, അതിന്റെ കൂടെ രാ പോലെ എഴുതി അല്ലേ നമ്മള്. ചായ ചായ. ചാ ആച്ചിനൊട്ടു യാ എഴുതി. എന്താ സമജ്ഞ? ഇന്ന് നല്ല ദാഹം ഉണ്ടല്ലോ സമജ്ഞക്ക്. എന്താ തിന്ന്? സമജ്ഞ കുട്ടി എന്താ കഴിച്ചത് ഇത്രയും ദാഹിക്കാൻ? കേക്ക് കഴിച്ചു അല്ലേ. എന്തോ മധുരമുള്ളതാണെന്ന് തോന്നി മിസ്സിന് വെള്ളം കുടിക്കുന്ന കാണുമ്പോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ച ചായ ഉണ്ടോ? ച ചായ. നെക്സ്റ്റ് മൂന്നാമത്തെ അക്ഷരം എഴുതേണ്ടത് ജ അല്ലേ. ജ എങ്ങനെയാ പറയുക? ജ. വലിയ ഇതൊന്നുമില്ല അല്ലേ, വിഷമമൊന്നുമില്ല. ജ. ഈ നമ്മൾ പഠിച്ചാണ് ഓൾറെഡി. ഈ എന്നുള്ളതിന്റെ അടിയിൽ ഒരു ഇത് കൂട്ടി അല്ലേ. ജ. ച ഛ ജ. ഛ ഛ ജ. ജ ജനൽ അല്ലേ. മൂന്നാമത് നമുക്ക് എഴുതേണ്ട വേർഡ് ഏതാണ്? ജനൽ. ജനൽ. ജ എഴുതുന്നുണ്ടോ? ഞാ എഴുതണം. നമ്മ റാരാന താപ്പ അതേ LKG നമ്മൾ പഠിച്ചാണ്. മറന്നുപോയോ എല്ലാവരും? ജനൽ. ജ ജ ജനൽ. ജ ജനൽ അല്ലേ. ജനൽ പറഞ്ഞുകൊണ്ട് എഴുതണേ. ജ ജനൽ. ക്രിസ്റ്റോ എഴുതുന്നുണ്ടോ മോനെ? ക്രിസ്റ്റോ ഓക്കെ എഴുതുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ജ ജനൽ അല്ലേ. ജ ജനൽ. നെക്സ്റ്റ് വൺ എന്താണ്? ച. അതാണ് അയോണിസബിന് എഴുതാൻ ബുദ്ധിമുട്ട് അല്ലേ. ഇത് കണ്ടോ എങ്ങനെ എഴുതുക? താ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? ഞാ എഴുതി, അല്ല ഞാൻ മറച്ചിട്ടു താ എഴുതി അല്ലേ. നമ്മള് മൂന്നാമത്തെ ധ എഴുതുന്ന എങ്ങനെയാ? ഇങ്ങനെയാ എഴുതേണ്ടത്, മൂന്നാമത്തെ ധ അല്ലേ. ഇതേപോലെയാണ് നമ്മളിപ്പോ എഴുതിയത്. അതിന്റെ കൂടെ താ എഴുതി, അത്രയേ ഉള്ളൂ അല്ലേ. അത് ശരിയാവില്ല അങ്ങനെ എഴുതിയാല് അല്ലേ.
അപ്പൊ എങ്ങനെ എഴുതണം? ഈ തായും തായും കൂടെയാണ് വരുന്നത് കേട്ടോ. ആദ്യത്തെ ത, ഇതാണ് ചാന്ന് വരുന്നത്. കണ്ടോ അയോൺ? ഓക്കെ, എഴുതാൻ പഠിച്ചോ അയോൺ? ഓക്കെ, എഴുതാൻ പഠിച്ചോ അയോൺ? ഇതാണ് ശേഷം അല്ലെ, ഫിഷ്. പഠിച്ചോ അത്? ഓക്കെ, ആ ഓക്കെ, എഴുതിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ മറന്നു പോവും. താഴെഴുതി ശേഷം. ഓക്കെ, ഒന്നുകൂടി മിസ് എഴുതി കാണിച്ചു തരാം. അത് ഇതാ താന്നെഴുതി, മിസ് എഴുതി നോക്കിക്കോ. താന്നെഴുതി മിസ്, എന്നിട്ട് തായും എഴുതി അല്ലേ? തായും മൂന്നാമത്തെ തായും കൂടെ എഴുതി. ഓക്കെ, അപ്പൊ ഷം അല്ലേ? ഷം, അതാണ് നമ്മളിപ്പോ എഴുതേണ്ടത്. ഷ കണ്ടോ? ചിഹ്നം നമുക്കറിയാം. അപ്പൊ ജഷം, ചഷം. നെക്സ്റ്റ് വൺ ഞായല്ലേ ലാസ്റ്റ് നമുക്കിപ്പോ എഴുതേണ്ടത്? അല്ലേ? ഞ ഓക്കെ, ഞാൻ വൃത്തിയിൽ എഴുതാം മിസ്. അല്ലേ? ഞണ്ട് അല്ല, ഞണ്ടല്ല നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ. ഞാറ്, ഞാറ്, ഞാറ്. ചിഹ്നോട്ടു റാ എഴുതി ചന്ദ്രക്കല എഴുതണം അല്ലേ? ഞാറ്, ഞാറ്. അപ്പോ ചിരവ, ഛായ, ജനൽ, ചഷം, ഞാറ് അല്ലേ? ആദ്യത്തേത് ചിരവ, ഛായ അല്ലെ? കുറച്ചുകൂടി നമ്മൾ സ്ട്രെസ്സിലാണ് പറയുന്നത് അല്ലേ? ഛായ. നെക്സ്റ്റ് സിമ്പിളായി അല്ലേ? ജനൽ. പിന്നത്തെ നാലാമത്തെ എങ്ങനെയാ? ചഷം അല്ലേ? നെക്സ്റ്റ് ഞാറ്, ഞാറ്. വായിക്കാൻ പഠിച്ചോ മക്കളെ? ആരാ ഇവിടെ കുത്തി വരച്ചത് ഇപ്പോ? ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് 5 വേർഡ്സ് ആണ് പഠിച്ചത്. ചിരവ, ഛായ, ജനൽ, ചഷം, ഞാറ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ക്ലാസ്സിലെ ഡിക്റ്റേഷൻ അല്ലേ? ഈ 3 വേർഡ്സ് ആണ് അടുത്ത ക്ലാസ്സിലെ ഡിക്റ്റേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ മക്കളും ഇന്നിത് ഹോംവർക്ക് ആയിട്ട് എഴുതണം. അത് മിസ്സിന് സെൻഡ് ചെയ്ത് തരും വേണം നമ്പറിലേക്ക് എൻ്റെ. ഓക്കെ, അപ്പൊ 2 ലൈൻ ബുക്കിൽ എല്ലാവരും ഇത് ഹോംവർക്ക് എഴുതി വിടണം. അപ്പൊ അത് പഠിക്കുകയും കൂടെ വേണേ, അതിനാണ് ഹോംവർക്ക് എഴുതാൻ പറയുന്നത്. ഓക്കെ, അപ്പോ ചിരവ, ഛായ, ജനൽ, ചഷം, ഞാറ്. ഇത് ഇതാണ് ചവർഗാക്ഷരങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെ? ചവർഗാക്ഷരം. ഓക്കെ, ഇത്ര വരെയാണ് ഇതിൽ പറയാനുള്ളത് അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ 5 വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇന്ന് തെറ്റിയവരും അതും ഹോംവർക്ക് എഴുതി വിടണം കേട്ടോ. തെറ്റിയവര് അത് 5 ടൈംസ് എഴുതി വിടണം. എന്താണ് അയോണേ? അപ്പൊ ഒന്ന് മിസ് അറ്റൻഡൻസ് വിളിക്കാം. എത്ര പ്രാവശ്യം തെറ്റിയതാണോ? 5 ടൈംസ്, 5 പ്രാവശ്യം.
പുതിയതോ? പുതിയത് ഒരു പേജ് മുഴുവൻ എഴുതണം. ഇന്ന് പറഞ്ഞ ഹോംവർക്ക് ഒരു പേജ്. ഓക്കെ, നമ്മുടെ 2 ലൈൻ ബുക്കിൽ 1 പേജ് എഴുതണം. അല്ലെ നിങ്ങൾ 2 പേജിലായി അത് എഴുതുന്നെങ്കിൽ കുഴപ്പമില്ല, പഠിക്കുന്നത് വരെ എഴുതുക. ഓക്കെ, വേഗം പഠിക്കുന്ന കുട്ടികൾ കുറച്ച് എഴുതിയാലും മതി, പക്ഷെ പഠിക്കണം, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോ അറ്റൻഡൻസ് വിളിക്കാം. അനയ റോസ് രഞ്ജിത്ത്. ഓക്കെ, ജിയോണ തെരേസ. ഓക്കെ, ഇലോൺ ഉല്ലാസ്. കാണുന്നില്ലല്ലോ ആളെ. ദേവപ്രിയ എം നായർ. ഓക്കെ, ഗുഡ്. ധനലക്ഷ്മി. ഓക്കെ. സമജ്ന. ഓക്കെ. പാർവണ. എഡ്വിൻ. ഓക്കെ. അലോൺ ജോസഫ്. ഓക്കെ. ക്രിസ്റ്റോ ജോൺ സിജോബി. ക്രിസ്റ്റോ ഇല്ലേ എവിടെ? ഓക്കെ. അയോൺ സബിൻ. ഓക്കെ. അവേദ്യ. ഫിയോണ മരിയ. ആദിനാഥ്. ഭവിക. ഓക്കെ. ആരോമൽ. ഗോഡ്വിൻ. സർഗ സജിത്ത്. ആൻഡ്രോസ് ജിയോ. ഓക്കെ. ക്രിസ്റ്റി ജോസഫ്. ഓക്കെ. ലക്ഷ്മി അഭിലാഷ്. ലക്ഷ്മി കുട്ടി എവിടെ ഇല്ലേ? ലക്ഷ്മി. അഭിരാമി സജിത്ത്. അഭിരാമി. ഓക്കെ. മുഹമ്മദ് സാദ്. ഷാമിൽ. ധ്യാൻ. ഏഞ്ചൽ. നൈജൽ. ജസ്വൽ വിനു ആൻഡ് ആരോൺ. ആദിനാഥ്. ഗൗരിനന്ദ. ഗൗരിനന്ദക്ക് കയറാൻ പറ്റിയേ ഇല്ല അല്ലെ? ഗൗരിനന്ദ അല്ലേ? കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. അതന്നെ, ഒരു ക്ലാസ് മുഴുവൻ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയത് ഞാൻ. എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഇഷാൻ. ഇഷാൻ. അർജുൻ രാജേഷ്. ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ഷാമിൽ. വൈഷ്ണവ് പിയു. വൈഷ്ണവ്. ഏഞ്ചലിനെ വിളിച്ചു അല്ലേ? നഹ്ല ഫാത്തിമ. എഡ്വിൻ ജോസഫ്. നസീം മുഹമ്മദ്. നെക്സ്റ്റ് സർഗ സജിത്ത്. അവേദ്യ പി എസ്. ധനലക്ഷ്മി. പാർവണ. ആരോമൽ പി. ഗോഡ്വിൻ. ഓക്കെ, ഗോഡ്വിനെ 2 പ്രാവശ്യം വിളിച്ചു അല്ലേ? ഗോഡ്വിൻ. എല്ലാരെയും വിളിച്ചില്ലേ മിസ്? അയോൺ സബിൻ വിളിച്ചു. ഭവികേനെ വിളിച്ചു അല്ലേ? ഓക്കെ മക്കളെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇതൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, ബൈ, സി യു. ബൈ. ആ ചോറ് കഴിക്കാത്തവരെല്ലാം പോയി ചോറ് കഴിച്ചോ കേട്ടോ. ഓക്കെ, ഉറങ്ങേണ്ടവർക്കെല്ലാം ഉറങ്ങുകയും ചെയ്യാം അല്ലേ? ഓക്കെ, ബൈ. ബൈ, സി യു.